അന്വേഷണ സംഘം വിചാരിക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ 1, 2, 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നായിരുന്നു SITയുടെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് രാഹുൽ ഇപ്പോൾ 8ാമത്തെ ദിവസവും ഒളിവിൽ കഴിയുകയാണ്. രാഹുലിന് പുറത്തു നിന്നുള്ള വലിയ സ്വാധീന ശക്തികൾ രാഹുലിനെ സഹായിക്കുന്നുണ്ട്. സമാന്തരമായൊരു സംഘം രാഹുലിനെ ഒപ്പം തന്നെ സഞ്ചരിച്ച് രാഹുലിന് എല്ലാ വിവരങ്ങളും നൽകുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ കോടതിയിലെ അഭിഭാഷകരുമായി ബന്ധപ്പെടാതെ ഇന്ന് രാവിലത്തെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിവരങ്ങളും കൈമാറാൻ സാധിക്കില്ല. കാരണം കോടതിയിൽ വരുന്ന പ്രതിഭാഗം അഭിഭാഷകനും രാഹുലുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ മറ്റൊരു തുടർ തീരുമാനത്തിലേക്ക് തുടർ വാദഗതികളിലേക്ക് അഭിഭാഷകർ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം സമാന്തരമായി നേരത്തെ തന്നെ ഒരു സിമ്മും മൊബൈൽ ഫോൺ കണ്ടെത്തി അതിൽ കൂടി മറ്റു ചില ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട് വിവരമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരള പോലീസ് രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയും ബന്ധപ്പെട്ട ചാറ്റോ അവരുടെ കോൾ ഹിസ്റ്ററിയോ ഒക്കെ തന്നെ പരിശോധിക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഏറെക്കുറെയും ഇപ്പോൾ രാഹുലിലേക്ക് എത്തിയിരിക്കുന്നു. വരുന്ന ഏതാനും മണിക്കൂറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ഗോകുൽ, തീർച്ചയായും ഏതായാലും കോടതി വിധി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പ്രതിഭാഗം മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വവും. കാരണം ഇനി തുടർ നടപടികൾ ഉണ്ടെങ്കിൽ, കൂടുതൽ നടപടികൾ വേണമെങ്കിൽ അത് മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധിക്ക് ശേഷമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ആ നിലപാടിന് ബലം കിട്ടുമോ എന്നത് കൂടി കാത്തിരുന്ന് കാണണം. ഏതായാലും അറസ്റ്റോ അല്ലെങ്കിൽ അറസ്റ്റ് തടയുമോ അതല്ല ഈ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന ആകാംക്ഷയ്ക്ക് ഏതാനും മിനിറ്റുകൾക്ക് അകം വിരാമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.